ഈ രാഷ്ട്രീയത്തിൽ സതീശനായാലും പിണറായി വിജയനായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാവരും ജനങ്ങളുടെ പണം വെട്ടി വിഴുങ്ങി പള്ള വീർപ്പിച്ച് നാട് മുടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് പുത്തൻ രാഷ്ട്രീയം ഇവിടെ അവതരിപ്പിക്കാൻ ജനങ്ങൾക്കും നമ്മുടെ പുതിയ കുട്ടികൾക്കും വരും തലമുറകൾക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കി നമ്മളെയെല്ലാം തെരുവാധാരമാക്കുമെന്നും നമ്മളെല്ലാം പട്ടിണിക്കാരാക്കി മാറ്റുമെന്നും ഈ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളിൽ വ്യാപകമായ വിമർശനം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികൾ ഇവിടെയും വരുന്നു എന്ന് വേണം കാണാൻ. നമ്മൾ ഈ നാട്ടിലാകെ ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിരിക്കട്ടെ, ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും എന്നൊരു ആലോചനയുണ്ടാവും. അതും പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കണേ, ഈ പിണറായി വിജയൻ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉള്ള ധിക്കാരവും താർഷ്ട്യവും കുലംകുത്തി ചെറ്റ പരമനാറി ഇറങ്ങിപ്പോ വീട്ടിൽ പോയി ചോദിക്ക് എന്നുള്ള താർഷ്ട്യമൊന്നുമില്ലാതെ ഈ മനുഷ്യൻ ഇത്രയും താഴ്ന്നു വന്നതിന് ഇദ്ദേഹത്തിൻ്റെ അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ പിണറായി വിജയന് ഈ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരായ ആൻഡോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിനും അതുപോലെ തന്നെ മറ്റൊരു അഗസ്റ്റിൻ, ഇവർ 3 അഗസ്റ്റിന്മാരും കൂടി നടത്തിയ കൊള്ളകൾക്ക് മുഴുവൻ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുവും കളിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളെല്ലാം മോഹിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ അവർക്ക് കൂട്ടുനിന്നതിന് ഇപ്പോൾ അദ്ദേഹം അവരെ ന്യായീകരിക്കാനാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരെങ്ങനെ വളർന്നു വന്നുവെന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ഈ വയനാട്ടിൽ വാഴമറ്റത്ത് കുടിയേറിയ MM അഗസ്റ്റിൻ എന്ന കർഷകൻ്റെ മക്കളായ ഈ 3 എണ്ണവും അവിടുത്തെ മരക്കച്ചവടവും മരം മുറിപ്പും ഒക്കെ ആയിട്ട് നടന്ന് ആണ് 2016 ആയപ്പോഴേക്ക് ഈ മാംഗോ ഫോൺ എന്നും പറഞ്ഞൊരു ഫോൺ തട്ടിപ്പ് നടത്തിയതിൽ ആദ്യമായിട്ട് അറസ്റ്റിലാകുന്നത്. പിണറായി വിജയൻ്റെ കയ്യിൽ കിട്ടി. പിന്നീട് ഇവന്മാരെ അങ്ങ് വളർത്തിയെടുത്തെന്ന് പറയുന്നത് പന പോലെ അങ്ങ് വളർത്തിയെടുത്ത് മരം കൊള്ളയ്ക്ക് സകലവിധ ഒത്താശയും ഈ പിണറായി സർക്കാർ ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവന്മാർ മരം കൊള്ളക്കാരായി തീർന്ന് അങ്ങനെ മരം കൊള്ള നടത്തി കോടാനുകോടികളുടെ കൊള്ള നടത്തി കൊച്ചിയിലെ ചക്കരപ്പറമ്പിലെ ഹോളി ഇൻ ഹോട്ടൽ എന്ന് പറയുന്ന അതിഭയങ്കരമായൊരു 5 സ്റ്റാർ ഹോട്ടലങ്ങ് ആദ്യം സ്വന്തമാക്കി. പിന്നീട് TV നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാറിൻ്റെ നിന്ന് അതും മേടിച്ച് അരുൺകുമാറിനെ പോലുള്ള പ്രശസ്തരായ ആൾക്കാരെ വെച്ച് ഇവന്മാരങ്ങ് പ്രശസ്തി നേടി. പിണറായി വിജയൻ വാരിക്കോരി ആ ചാനലിനും കൊടുത്തു. നമുക്കറിയാം ഈ പിണറായി വിജയൻ അങ്ങനെ ഇവരെ വളർത്തിയെടുത്ത് അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കട്ടെ. എന്നാൽ ഈ പിണറായി വിജയൻ അവരെ വളർത്തി വലുതാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇപ്പോൾ വന്നിരുന്ന് സകലവിധ ന്യായീകരണങ്ങൾ നടത്തുക മാത്രമല്ല പ്രതിപക്ഷത്തെയൊക്കെ സകലവിധ അഴിമതികളും പറഞ്ഞ് വിമർശിക്കുമ്പോൾ പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലഹാസനെയൊക്കെ കൊണ്ടുവന്ന് അതിദരിദ്രമുക്ത കേരളം പ്രഖ്യാപിച്ച്, അതുമാത്രമല്ല ഇവിടെ മുഴുവൻ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞ് 257 കോടി രൂപ ചിലവഴിച്ച് ഞാനല്ലാതെ മറ്റാരുണ്ട്, എനിക്കെല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫ്ലക്സും മറ്റും അടിച്ച് ഇവിടെ പ്രചരിപ്പിച്ചിട്ട് നമ്മുടെ ഇടമലക്കുടിയിലെ ആദിവാസികൾ ഇവരെ ന്യായീകരിക്കുമ്പോൾ അവിടെ ഒരു 4 കിലോമീറ്റർ ദൂരം റോഡില്ലാതെ സുഖമില്ലാത്ത മലയപ്പൻ എന്ന് പറയുന്ന 75കാരനെ 4 കിലോമീറ്റർ ദൂരം തുണിയിൽ കെട്ടി ഒരു വടിയിൽ കെട്ടി 4 പേര് 5 പേര് ചേർന്ന് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു റോഡ് പോലും ഉണ്ടാക്കാത്ത പിണറായി വിജയനെ മറ്റുള്ളവരെ വിമർശിക്കാൻ എന്താണ് യോഗ്യത എന്ന് നമ്മൾ ജനങ്ങളൊന്ന് ആലോചിക്കണം. പാർട്ടി ആലോചിക്കണം. ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എങ്ങനെങ്കിലും പിടികൂടി പാർട്ടിയിൽ നിന്ന് സ്ഥാനമേറ്റെടുത്ത് നിയമസഭയിൽ വന്നിരുന്ന് സതീശൻ്റെ വായിന്ന് കേട്ട് നാറി മിണ്ടാതിരുന്നപ്പോൾ
നമ്മുടെ ബാലഗോപാലൻ കുത്തി എണീപ്പിച്ച് വിട്ടാൽ നിങ്ങൾ എണീറ്റെന്ന് വർത്താനം പറയുന്നു പറഞ്ഞ് അത്ര ഗതികെട്ടിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ ഉണർന്ന് സൗമ്യതയുടെ ഭാഷ പിടിച്ച് വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ ഇന്നലത്തെ വാർത്ത എന്ന് പറയുന്നത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും വാടക വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു എന്ന് മാത്രമല്ല അവരവിടെ താമസിച്ചതിന് കുറേ കാലമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന 10 വർഷത്തിലധികം താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ 3 ലക്ഷം രൂപ വരെ ആ വീട് ചിലവഴിച്ചിട്ട് വാടക കൂട്ടി ചോദിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ആ വീട് മുഴുവൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് വെച്ച് JCB കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ ഉടമസ്ഥർ ഇടിച്ച് നിരത്തിയെടുത്ത് അവിടെ പോലീസുമായി നിൽക്കുമ്പോൾ ഈ പിണറായി വിജയൻ ദരിദ്രമുക്ത കേരളം പ്രഖ്യാപിച്ച് ഇവിടെ എല്ലാവർക്കും വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്രയോ ആയിരങ്ങൾ ഇന്നും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ വേദന അനുഭവിച്ച ഭരണത്തിൻ്റെ അഴിമതിയുടെ ആഭാസത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ ക്രൂരതയുടെ വേദന അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ പിണറായി വിജയന് ഇനിയും അധികാരത്തിൽ ഈ പ്രതിപക്ഷ നേതാവെന്നല്ല രാഷ്ട്രീയത്തിൽ തന്നെ തുടരുന്നത് നമ്മുടെ കുട്ടികൾക്ക്, അതായത് രാഷ്ട്രീയമെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. ഈ രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തിൽ പിണറായി വിജയനെപ്പോലൊരു തസ്കര വീരൻ, കള്ളപ്പരനാറി അദ്ദേഹം ഇനിയും ഈ രാഷ്ട്രീയത്തിൽ തുടരുന്നത് നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ സന്ദേശം നൽകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയത്തിൽ സതീശനായാലും പിണറായി വിജയനായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാവരും ജനങ്ങളുടെ പണം വെട്ടിവിഴുങ്ങി പള്ള വീർപ്പിച്ച് നാട് മുടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് പുത്തൻ രാഷ്ട്രീയം ഇവിടെ അവതരിപ്പിക്കാൻ ജനങ്ങൾക്കും നമ്മുടെ പുതിയ കുട്ടികൾക്കും വരും തലമുറകൾക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കി നമ്മളെയെല്ലാം തെരുവാധാരമാക്കുമെന്നും നമ്മളെല്ലാം പട്ടിണിക്കാരാക്കി മാറ്റുമെന്നും ഈ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.